പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നലെ ഒന്നാം ദിവസം നമ്മൾ കണ്ണിൻ്റെ ആസക്തി, കണ്ണിലൂടെ വരുന്ന ആസക്തി, അതിലൂടെ വരുന്ന അശുദ്ധി, തിന്മയുടെ കെട്ടുകൾ, അതിനെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനം എടുത്താണ് നമ്മൾ പ്രാർത്ഥിച്ചത്. കുറച്ച് 5-6 പേര് ഒക്കെ മക്കൾ വിളിച്ച് പറഞ്ഞിരുന്നു, അത് വലിയ പ്രബോധനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കിയില്ല. പക്ഷേ ഇതൊരു വളരെ 2-3 മിനിറ്റിൽ ഉള്ള ഒരു ചെറിയ പ്രാർത്ഥന, ഒരു വചനമായതുകൊണ്ട് അത് പെട്ടെന്ന് ഉള്ളിൽ തറഞ്ഞു, ബൈഹാർട്ടാക്കാൻ പറ്റി. അവരോട് വചനം പറയാൻ പറയുമ്പോൾ ഒരു വചനം പറയുകയും ചെയ്തു. വളരെ മനോഹരമായിട്ട് ആ വചനം പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് 25 ദിവസം ഇങ്ങനെ ഓരോ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധിയൊക്കെ നീങ്ങിപ്പോവും, അന്ധകാരം നീങ്ങിപ്പോവും. വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം വചനം ജീവനുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് യേശു പറഞ്ഞില്ലേ, യോഹന്നാൻ 6:63. അപ്പോൾ ജീവനുള്ളതാണ് വചനം. അതുകൊണ്ട് നമ്മൾ ഈ വചനം കൊച്ചു വചനമാണ്, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ബൈഹാർട്ടാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ആ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ വചനത്തിൻ്റെ വിടുതൽ എനിക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നലെ എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിനോട് ക്ഷമായാചന നടത്തുക. കാരണം കുറേ ചിലരൊക്കെ ഒരു മോള് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പൂർണ്ണമായിട്ടും മധുരം ഒഴിവാക്കാമെന്ന് തീരുമാനിച്ച് 25 ദിവസം പക്ഷേ പെട്ടെന്ന് അത് മറന്നുപോയി. എന്തോ ഒരു ഹലുവയുടെ കഷ്ണമായിട്ട് കഴിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ഒന്നും കർത്താവ് സാരമില്ല, നമ്മൾ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണം കഴിച്ചില്ലോ, ഇറച്ചി മീനും കഴിച്ചില്ലോ എന്നുള്ളത് നമ്മളൊരു തീരുമാനം കർത്താവിൻ്റെ മുമ്പിലെടുത്താൽ അതിൽ നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അത് കർത്താവ് മാനിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നാം ദിവസമൊക്കെ വീഴ്ച എല്ലാവർക്കും പറ്റും. കാരണം പേതൃത്വയുടെ ബാലൻസൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ അറിയാതെയൊക്കെ ഒന്ന് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യും. സാരമില്ല, നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കുക. രണ്ടാമത്തെ ദിവസം ഇന്ന് നമ്മൾ നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവചനമാണ്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ് നാവ്. ആ നാവ് നമ്മുടെ ശരീരത്തെ മുഴുവനും അന്ധകാരത്തിലാക്കി കളയുമെന്ന് പറയുകയാണ്, മലിനമാക്കുമെന്ന് പറയുകയാണ്. മലിനതയുള്ളിടത്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ പറ്റത്തില്ല, ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ദൈവ അനുഭവം, ക്രിസ്തുവാനുഭവം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 25 ദിവസം വ്യക്തമായ ഒരു പേഴ്സണൽ ഗാഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം. അത് നമുക്ക് വേണ്ടത്. എത്രയൊക്കെ നമ്മൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, ദിവസവും ബലിയർപ്പിച്ചു, പരിശുദ്ധ സ്വീകരിച്ചു, എന്നിട്ടും ദൈവാനുഭവം നമ്മളില്ലെങ്കിൽ, ക്രിസ്തുവാനുഭവം നമ്മളില്ലെങ്കിൽ അതൊക്കെ പാഴായി പോവില്ലേ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ ദൈവാനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയണം. അതിന് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയെ പോലെ വചനത്തെ സംഗ്രഹിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വചനത്തിൻ്റെ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം തിരുവചനം, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളൊന്നായ അത് നമ്മുടെ ശരീരത്തെ മുഴുവനും മലിനമാക്കുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട്, കർത്താവേ, എൻ്റെ നാവിനെ നിയന്ത്രിക്കാനുള്ള കൃപ, അഭിഷേക ശക്തി എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയാതെയൊക്കെ നമ്മൾ പറഞ്ഞു പോയ, മറ്റുള്ളവരെ കുറ്റം വിധിച്ചത്, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞത്, മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കിയത്, ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം നമുക്ക് വലിയ വിടുതൽ ലഭിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തമായ ദൈവസ്നേഹാനുഭവം നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, ആത്മാവ്, ശരീരം, ഈ തലങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടാലേ ദൈവസ്നേഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഉണ്ണീശോയുടെ ആ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. 25 ദിവസം നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം സംഗ്രഹിച്ച്, ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാം നമ്മൾ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ണീശോയുടെ ഒരു ബ്ലെസ്സിങ് നമുക്കുണ്ടാകും, ഒരു സംശയമില്ല. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നമ്മുടെ ഓരോ വിഷയങ്ങളോടും നിയമങ്ങളോടും അതിൻ്റെ വിടുതലിനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.